നിങ്ങൾ അമ്മയ്ക്ക് വയ്യ ചോറിന് എടുക്കുന്നത് ഇന്നത്തെ ലോട്ടറി വേണോ ചേച്ചി വേണോ? എൻ്റെ ജീവിതം പറഞ്ഞാൽ അമ്മയുടെ ഓപ്പോസിറ്റ്. ചേച്ചി അമ്മയ്ക്ക് വയ്യായിരിക്കും ലോട്ടറി എടുക്കുന്നത്. അവൻ്റെ അച്ഛൻ പിണങ്ങിയിട്ട് പോയതാണ്. അവനൊരു അനിയത്തിയുണ്ട്. അന്നേരം അവൻ്റെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ കുഞ്ഞായ ഈ സമയത്തും അവൻ വരുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാണ്. കൊണ്ട് നടക്കുമോ ഗുളിക? വേണ്ട, ഈ ഗുളിക ഇന്നലെ 20 മേടിച്ച് കൊടുത്തയാ. ഇന്നലെ ഞാൻ വേദനയുടെ ഗുളിക 5 ഗുളിക കഴിച്ചത്. വേണ്ട, ഇത് വേറെ ഗുളികയാ. ഇത് കഴിക്കണമെന്ന് കേൾക്കത്തില്ല. ഇന്നലെ 5 കഴിച്ചു. ഇനി എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണി വയ്ക്കാൻ അറിയാം. ആ വേറെ ഗുളിക ഇതാണ് എത്ര ചെയ്യാറ്. ആ അമ്മയ്ക്ക് വയ്യായിരിക്കുക ലോട്ടറി എടുക്കുന്നു. ഒരുപാട് ഇരിക്കുക ഒരെണ്ണം എടുക്കുന്നു. ഒരുപാട് ഇരിക്കുക വേണോ? ഇതെൻ്റെ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് വയ്യായിരിക്കുക. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അതാണെങ്കിൽ ഇപ്പം 7 ലക്ഷം രൂപ വേണം. അതിൽ വയറ്റിൽ മുഴയാണ്. അമ്മയ്ക്ക് ചെന്നൈ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രികളൊന്നും എടുക്കുന്നില്ലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അപ്പോൾ അവരെ പുഷ്പഗിരിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ സഭയുടെ ആശുപത്രിയോട് ആയതുകൊണ്ട് ആ 7 ലക്ഷം രൂപ കുറച്ച് 6 ലക്ഷം രൂപയാവും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ പിന്നെയുള്ള ചിലവും ഇതെല്ലാം കൂടെ. പിന്നെ അമ്മയ്ക്കിപ്പോൾ ന്യൂമോണിയ വന്നായിരുന്നു. ഇപ്പോൾ അതിനുള്ള സ്കാനിങ് അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പം 15 ദിവസം ആസ്പത്രി കിടന്നതാണ്. അപ്പം 15 ദിവസം ആസ്പത്രി കിടന്നു പറഞ്ഞ് ഇനി എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ലെങ്കിൽ ഞാൻ ഇതായിട്ട് പറയുന്നത്, എൻ്റെ കുഞ്ഞ് എനിക്ക് ഈ 30 ടിക്കറ്റ് കൊണ്ട് വയ്ക്കുന്ന പറഞ്ഞാൽ എൻ്റെ ആ ജീവിതമാർഗ്ഗം അത്ര തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. എനിക്ക് ഒരു നേരത്തെ അരിയില്ലാത്ത അവസ്ഥയായി. ഇപ്പം റേഷനറി ഉണ്ടായതുകൊണ്ട് എൻ്റെ വീട് കഴിഞ്ഞ് പോകുന്നു. ഭർത്താവ് മോളുടെ 3-ാം മാസം കളഞ്ഞിട്ട് പോയതാണ്. മോന് 3 വയസ്സ്. പിന്നെ ഞാൻ ആരോടും ഒന്നും പറയാൻ ഇതുവരെയും പോയിട്ടില്ല. ഞാനിങ്ങനെ ഒരു കച്ചവടം പെട്ടിക്കട പഞ്ചായത്തിൽ നിന്ന് അതിലായിട്ടായിരുന്നു എൻ്റെ ജീവിതം നടന്നുകൊണ്ട് പോയത്. ഇപ്പോൾ ഇങ്ങനെ വയ്യാതായി വന്നപ്പോഴത്തേക്കിന് എനിക്കൊരു തീരെയും ഒന്നും വയ്യാതെ വന്നപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളും ആകെ പട്ടിണിയാവുന്നു. 30 ടിക്കറ്റേ വയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് അറിയത്തില്ല. അവന് പൈസ ഇടങ്ങോണ്ട് കളയാനോ അവന് അറിയത്തില്ല. പിന്നെ കിട്ടുന്ന പൈസ അതുപോലെ കൊണ്ട് എങ്ങും ആരുടെയും കൈ കൊണ്ട് കൊടുക്കത്തില്ല, എന്നെ തന്നെ ഏൽപ്പിക്കും. അതുകൊണ്ടാണ് എൻ്റെ മരുന്ന് വെടുപ്പും കെട്ടുകണക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാണ്. കൊണ്ട് നടക്കുമോ ഗുളിക? വേണ്ട, ഈ ഗുളിക ഇന്നലെ 20 മേടിച്ച് കൊടുത്തയാ. ഇന്നലെ ഞാൻ വേദനയുടെ ഗുളിക 5 ഗുളിക കഴിച്ചത്. വേണ്ട, ഇത് വേറെ ഗുളികയാ. ഇത് കഴിക്കണമെന്ന് കേൾക്കത്തില്ല. ഇന്നലെ 5 കഴിച്ചു. ഇനി എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണി വയ്ക്കാൻ അറിയാം. ആ വേറെ ഗുളിക ഇതാണ് എത്ര ചെയ്യാറ്. അത് എന്തായാലും കണക്കേ കഴിക്കത്തുള്ളൂ. അത് ചെന്നിയുടെ ഗുളി. ഇത് ശ്രീചിത്രയിലെ ഗുളി. ശ്രീചിത്ര എന്നുള്ളതാണ്. അന്ന് സത്യമായിട്ട് ആണെങ്കിൽ എന്നെ വിടത്തില്ല. ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ വിടത്തില്ല, എൻ്റെ അടുത്തൊന്നും വിടത്തില്ല. പക്ഷെ സംഭവം എനിക്ക് കൊണ്ട് ഇപ്പോൾ ഒരു നിവർത്തി നോക്കുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. കൂട്ടുകാരൊക്കെ കളിക്കാനൊക്കെ പോകുമ്പോൾ ലോട്ടറി വിൽക്കാൻ പോകുന്ന സമയത്തൊക്കെ വിഷമം പറയാറുണ്ടോ? അവനങ്ങനെ വിഷമമായിട്ട് അവനെ സ്കൂളിലായാലും ചെന്നിട്ട് സാർമാരോടൊക്കെ പറയുന്നുണ്ട് എന്നോട് അമ്മയ്ക്ക് വയ്യ, തീരെ വയ്യ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ചത്തെന്ന് പറഞ്ഞുള്ള ഒരവസ്ഥയിൽ എന്നെ കൊണ്ടുപോയത്. ഇപ്പം ഒരു CT സ്കാൻ എടുക്കാൻ ഞാൻ എത്ര പേരുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞ് ഞാൻ CT സ്കാൻ എടുത്തെന്നറിയോ? എത്ര പേരുടെ അടുത്ത്, എല്ലാവരും തന്നില്ല. അവസാനം സഹികെട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ കിടക്കുന്ന അവസ്ഥയെ ഓക്സിജൻ ഇട്ട് കിടക്കുന്ന എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. പള്ളിയിൽ നിന്ന് അങ്ങനെ 4500 രൂപ തന്നി എടുത്തതാണ്. മോൻ്റെ ആഗ്രഹം എന്തോ മോനെ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പോസിറ്റ്. ഒന്നുമില്ല, ഒരു സന്നദ്ധ സംഘടന നമുക്ക് വീട് വെച്ചാൽ 4 സെൻറ്റ് വസ്തു ഒരാൾ തന്ന് ഓഫാക്കുമോന് 4 സെൻറ്റ് വസ്തു ഒരാൾ തന്ന്. അത് കഴിഞ്ഞപ്പം 2 പേര് കൂടി എനിക്ക് വീട് വെച്ച് തന്നു. അതുകൊണ്ട് ഞാൻ വാടകയ്ക്ക് കിടക്കുമായിരുന്നു. അവിടെ എവിടെയും വാടകയ്ക്ക് താമസിച്ച മക്കളെ കൊണ്ട്. എൻ്റെ അമ്മയുടെ ഓപ്പറേഷനായിട്ട്